ഹായ്, താന്ത്രകയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് വാട്ട് ഈസ് താന്ത്രക. അപ്പോൾ ഇത് താന്ത്രക എന്നിട്ടുള്ളൊരു സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3.5 കൊല്ലത്തിനടുത്താവുന്നു. 3 to 3.5 years ആവുന്നു. സോ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് എക്സിബിഷൻസിന് പോകുമായിരുന്നു. ആ സമയത്ത് പോകുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റുഡിയോ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെങ്കിലും കടയിലോ വരുന്ന ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലോ വരുന്ന അല്ലെങ്കിൽ എക്സിബിഷന് പോകുമ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, എന്താണ് താന്ത്രക എന്നുള്ളതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ വാട്ട് ഈസ് താന്ത്രക എന്നുള്ളത് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഈ എക്സ്പോന് പോകുമ്പോഴും നമ്മളെല്ലാവർക്കും ഈവൻ ഷോപ്പിൽ വരുമ്പോഴും ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക്, സ്റ്റോളിൽ വരുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡിയോയിൽ വരുന്ന ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ താന്ത്രക എന്നുള്ള വേർഡ് മീനിങ് പറഞ്ഞാൽ ഇതൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ദ വേർഡ് മീനിങ് ഈസ് ഫ്രഷ് ഫ്രം ദ ലൂം എന്നാണ് അതിനർത്ഥം. അതായത് തറിയുന്ന ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചൂടപ്പം പോലെ ഇരിക്കുക എന്ന് പറയില്ലേ, അതെ. അതായത് നമ്മൾ ഫ്രഷായിട്ട് ലൂമെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അപ്പം ഈ വാട്ട് ഈസ് താന്ത്രക എന്ന് ചോദിച്ചാൽ നമ്മൾ താന്ത്രക ഡീൽ ചെയ്യുന്നത് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എന്നുള്ളത്. നമ്മളൊരു പറഞ്ഞ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആലോചിച്ചപ്പോൾ നമ്മൾ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റിലാണ് ചെയ്യണേ എന്ന് തീരുമാനിച്ചു. ഓൾമോസ്റ്റ് ഒരു 4-5 കൊല്ലത്തെ റിസർച്ച് വർക്ക്, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യലും അങ്ങനെ പല കാര്യങ്ങളും, ഈവൻ എന്താ പറയുക, ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പലതരത്തിൽ. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ മാതിരി അല്ലല്ലോ, ഒത്തിരി നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ പല മാർഗങ്ങളിലും കുറേ ഒരു 4-5 കൊല്ലത്തോളം ഇതിന് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ ഇനീഷ്യലി ഇറ്റ് വാസ് 2020 നമ്മൾ തീരുമാനിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി കൊറോണ പാൻഡമിക് കാരണം ട്രാവൽ റെസ്ട്രിക്ഷൻ ഒരു 2 കൊല്ലം കൂടി ഡിലേ വന്നു തുടങ്ങി. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഒരു സാൻസ്ക്രിറ്റ് വേർഡ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വിച്ച് ഷുഡ് ബി റിലേറ്റഡ് വിത്ത് ഈദർ ഹാൻഡ്ലൂം ഓർ ഹാൻഡിക്രാഫ്റ്റ്. അതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തപ്പി സംസ്കൃത പല വാക്കുകൾ തപ്പിയിട്ടാണ് ഈ താന്ത്രക എന്നുള്ളൊരു വേർഡിലേക്ക് ഞങ്ങൾ എത്തിയത്, നമ്മളുടെ സംരംഭത്തിൻ്റെ പേര്. സോ ദാറ്റ് ദ മീനിങ് ഈസ് ഫ്രഷ് ഫ്രം ദ ലൂം. അതേ ഹാൻഡ്ലൂം, ആ ലൂമെന്ന് നമ്മൾ തറിയുന്ന പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ന്യൂ എന്നോ എന്ത് അങ്ങനത്തെ ഒരു അർത്ഥം വേണമെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ താന്ത്രക എന്താണ് ഡീൽ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്, അത് ഓരോ സ്റ്റേറ്റിൻ്റെയും, നമ്മളുടെ ഇന്ത്യയിലത്തെ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ്, 28 സംസ്ഥാനവും ബാക്കി യൂണിയൻ ടെറിട്ടറീസും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തിനും അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള പല പ്രോഡക്റ്റുകളുണ്ട്. അത് ഹാൻഡ്ലൂം ആവാം, ഹാൻഡിക്രാഫ്റ്റ് ആവാം. അപ്പം ഫോർ എക്സാമ്പിൾ പോച്ചംപള്ളി, അതെല്ലാവർക്കും അറിയാം. അത് അവരുടേതായ പോച്ചംപള്ളിക്കാരുടെ തനതായ ഇക്കട്ട് വീവാണ്. പട്ടാൻ പട്ടോള, അത് ഗുജറാത്തിലെ പട്ടോള എന്ന് പറഞ്ഞിട്ട്, അതും ഗുജറാത്ത്. അപ്പോൾ ഇതൊക്കെ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഡിസൈനുകൾ കാരണം എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അജ്രഖ്, ഗുജറാത്തിലെ അജ്രഖ്പൂർ എന്നുള്ള സ്ഥലത്ത് ഈ പലതും ആ സ്ഥലത്തിൻ്റെ പേരിലായിരിക്കാം അവർ പേരെടുത്ത് എടുത്തു വെച്ചിട്ടുണ്ടാവും. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പം അതേപോലെ തന്നെ നമ്മൾ UP പോയാൽ അവരുടെ കുറേ എന്തായാലും പറയുക മെറ്റൽ വർക്ക്സുകൾ ചെയ്യുന്നത്, അത് അവരുടെ പ്രത്യേകതയാണ്. ആസാമിൽ പോയാൽ അവരുടേതായിട്ടുള്ള ഏരിയ സിൽക്ക് പോലെയുള്ള, അത് ആസാമിൻ്റെ. അതേപോലെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ പ്രത്യേകതയുണ്ട്. മഹാരാഷ്ട്രയിൽ പോയാലുണ്ട്. രാജസ്ഥാനിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് അവരുടെ ബ്ലോക്ക് പ്രിൻസാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് ബ്ലോക്ക് പ്രിൻസ് ഉണ്ട് രാജസ്ഥാനിൽ. ബഗ്രു, ധാബു, സംഗനേരി, ഷിബോരി, അങ്ങനെ ഒരുപാട് ബ്ലോക്ക് പ്രിൻസ്, ഇക്കട്ട് വീവുകൾ, പിന്നെ സിൽക്കുകൾ, പലതരം സിൽക്കുകൾ, ബനാറസി സിൽക്ക്, ടസറൊക്കെ ശരിക്കും അസം ആ ഭാഗങ്ങളിലാണ് ടസറൊക്കെ നല്ല പ്യുവറായിട്ടുള്ളത് കിട്ടുന്നത്. കാഞ്ചീവരം, അതുപോലെ അത് ഓരോ സംസ്ഥാനത്തിനും അവരുടെ, ഇപ്പോൾ ചെട്ടിനാട് കോട്ടയം എന്ന് പറഞ്ഞാൽ ചെട്ടിനാട് നമ്മുടെ തമിഴ്നാട്ടിലെ ചെട്ടിനാട്ടിൽ ചെയ്തെടുക്കുന്നതാണ്.
അപ്പോൾ അതുപോലെ ഓരോ സംസ്ഥാനത്തിനും ഒന്ന് മാത്രമല്ലാത്ത ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഒരുപാട് സ്ഥലത്ത് ഗവൺമെൻറ് ഹെൽപ്പോട് കൂടി പലതും റിവൈവ് ചെയ്ത് വരുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ അത് തീരെയും ഇല്ലാണ്ടായി പോയ സംസ്ഥാനങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പലതും. പേരെടുത്ത് ഞാനൊന്നും പറയുന്നില്ല, വെച്ചാൽ ഒരുപാട് അത് റിവൈവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ഈ പറഞ്ഞ മാതിരി ഇല്ലാതായി, നമുക്കത് കണ്ടുപിടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സംസ്ഥാനത്ത് അത് ഇല്ലാണ്ടായിട്ട് അതിനെ വേറെ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ പല പ്രോഡക്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് എന്ത് മാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ തപ്പി പോയി നമ്മളുടെ നാട്ടിൽ ഇത് കൊണ്ടുവരാൻ എത്രയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെയാണ് ഈ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എന്നുള്ള ആ ഒരു സംരംഭം തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. സോ അങ്ങനെയാണ് ഈ താന്ത്രകയിലേക്ക് വന്നത്. ഇനി താന്ത്രകയിലേക്ക് ഇത് നമ്മുടെ സംരംഭം തുടങ്ങാനുള്ള യാത്രകൾ, അത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. ഞാനത് എപ്പോഴെങ്കിലും കുറച്ച് ഭാഗമായിട്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വോട്ടേഴ്സ് താന്ത്രക എന്നുള്ളത് ഇതാണ്. ബേസിക്കലി താന്ത്രക എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്രം ദ ലൂം ആൻഡ് വി ആർ ഹാൻഡ്ലിംഗ് handloom and handicraft from different states of India, which include sarees, dress materials, bags, jewelry, handicraft like gift articles, everything. So whatever possible way നമ്മൾ ഒരു പ്രോഡക്റ്റ് എങ്കിലും അടുത്ത 2 yearsൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെയും പറ്റിയാൽ ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറീസിലും ഒരു പ്രോഡക്റ്റ് എങ്കിലും താന്ത്രകയുടെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ 3 കൊല്ലം കൊണ്ട് ഒരു 15ഓളം സംസ്ഥാനം ഞങ്ങൾ എത്തിച്ചത്, 3.5 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇനിയും അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം, ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള പഠിത്തവും ഇതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ റിസർച്ച് വർക്ക് കഴിഞ്ഞിട്ടില്ല, അത് റിസർച്ച് പകുതി വെയിൽ നിൽക്കണേ ഉള്ളൂ. കാരണം അത്രയും പ്രോഡക്റ്റ് ആ റിസർച്ചിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള റിസർച്ച് ഇനിയും നടന്നുകൊണ്ടിരിക്കണം, പ്രോഡക്റ്റ് കൊണ്ടുവരാനുള്ള എഫേർട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ദിസ് ഈസ് വാട്ട് താന്ത്രക ഈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട്, സബ്ജക്റ്റ് വേറെ ആയിരിക്കാം. ഇന്നിപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്ത ഒരു എക്സ്പോയിലാണല്ലോ, അപ്പോൾ ആ എക്സ്പോയിലും കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വോട്ടേഴ്സ് താന്ത്രക എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സോ താങ്ക് യു സോ മച്ച്.